ഒരു കമന്റ് ശ്രദ്ധിച്ചിരുന്നു, ഇസ്രയേലിലെ മിസൈലിട്ട് നശിപ്പിച്ചാൽ എല്ലാം അവസാനിക്കും എന്നുള്ളത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഇസ്രയേൽ നാമാവശേഷമാവുന്ന ദിവസം ഈ ലോകവും തീരും. അതാണ് ദ സാംസങ് ഡോക്ട്രീൻ, ദ സാംസങ് പ്രോട്ടോകോൾ. അതായത് അവരുടെ രാജ്യത്തിന്റെ നാശം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം ചാരമാക്കിയിട്ടേ അവർ പോകുന്നുള്ളത്. ഇഫ് യു ത്രെറ്റൻ അവർ നേഷൻസ് എക്സിസ്റ്റൻസ് വി വിൽ ഡിസ്ട്രോയ് ദ വേൾഡ്. ഇതാണ് അവരുടെ പോളിസി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പേ ഇതിലേക്ക് വഴിതെളിച്ച കുറച്ച് ചരിത്രത്തിലെ സംഭവങ്ങളും കൂടി പറയണം. ഈ പേര് ദ സാംസൺ ഓപ്ഷൻ എന്ന് വരാൻ കാരണം ബൈബിളിലെ സാംസന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. ക്രിസ്തുവിനും 1100 വർഷങ്ങൾക്ക് മുമ്പ് ഫിലിസ്തീനിലെ ഭരണത്തിനും ഭരണാധികാരികൾക്കും ഭീഷണിയായ സാംസൺ എന്ന അതിശക്തനെ ഫിലിസ്തീനികൾ പിടിച്ചുകൊണ്ടുവരുന്നു. അവർ സാംസന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് സാംസനെ ബന്ദിയാക്കുന്നു. എന്നിട്ട് ഒരു ദിവസം ടെമ്പിൾ ഓഫ് ഡേഗണിൽ എത്തിക്കുന്നു. ഈ അതിശക്തനെ പിടിച്ചുകൊണ്ടുവന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഭരണാധികാരികളുടെ ശക്തി തെളിയിക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷേ നടന്നത് വേറൊന്നായിരുന്നു. ഈ ടെമ്പിൾ ഓഫ് ഡേഗണിലെ പ്രധാന തൂണുകളുടെ അടുത്ത് പോയിട്ട് എനിക്ക് ദൈവത്തോട് അവസാനമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സാംസൺ ഈ മെയിൻ പില്ലേഴ്സിന്റെ അടുത്ത് എത്തുന്നു. എന്നിട്ട് അവസാനമായി തന്റെ സർവ്വശക്തിയും എടുത്ത് സാംസൺ ഈ തൂണുകൾക്ക് മേലെ പ്രഹരം ഏൽപ്പിക്കുന്നു. ഈ തൂണുകൾ ഇടിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒക്കെ ഈ കെട്ടിടം തകർക്കുന്നു. അതോടെ സാംസണും സാംസനെ ടോർച്ചർ ചെയ്യുന്നത് കാണാമെന്ന കാണികളും ഈ ഭരണാധികാരികളും എല്ലാവരും മരണപ്പെടുന്നു. തന്റെ മരണത്തിലൂടെ ആണെങ്കിലും ശത്രുക്കളെയൊക്കെ വകവരുത്തിയ സാംസന്റെ ഈ കഥയാണ് ഇസ്രയേലിന് ഈ പ്രോട്ടോകോളിന് ഇൻസ്പിറേഷൻ ആയത്. ഇസ്രയേലിന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ തുടക്കം 1950കളിലാണ്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഡേവിഡ് ബെൻ ഗൂരിയോന്റെ നേതൃത്വത്തിൽ അവർ ഈ ഹോളോകോസ്റ്റിന്റെ ചെറുത്തുനിപ്പ് എന്നോണം ഫ്രാൻസിന്റെയും നോർവേയുടെയും ഒക്കെ രഹസ്യ സഹായത്തോടു കൂടി ഡിമോണ ന്യൂക്ലിയർ പ്ലാന്റ് തുടങ്ങുന്നു. ഫ്രാൻസ് ആണ് ഇതിന്റെ ഡിസൈനിങ്ങും എക്യുപ്മെന്റ് സപ്ലൈയും ഒക്കെ കൊടുത്തത്. പിന്നെ ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹെവി വാട്ടർ ഫ്യൂവൽ കൊടുത്തത് നോർവേയും. ആദ്യമൊക്കെ ലോകത്തിനോട് ഇസ്രയേൽ ഇത് ടെക്സ്റ്റൈൽ പ്ലാന്റ് ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ 60കളിലും 70കളിലുമാണ് ഇത് സമാധാനത്തിന് വേണ്ടി, പീസ്ഫുൾ പേർപ്പസസിന് വേണ്ടിയുള്ള സയൻസ് ആൻഡ് ന്യൂക്ലിയർ എനർജി എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴാണ് 1986 അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നീഷ്യൻ, മോർഡേക്കായ് വെനൂനു എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ, ഈ ഡിമോണയുടെ ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് ബ്ലൂ പ്രിന്റുമായിട്ട് പുറത്തേക്ക് വരുന്നത്. വെനൂന് പറയുന്നത് ഈ കാണുന്നതല്ല ഡിമോണ, അതിന്റെ അടിയിൽ 6 നിലകളിലായി അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ഉണ്ട്, അവിടെ പ്ലൂട്ടോണിയം പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. ഒപ്പം 1986 തന്നെ 100ൽ പരം വാർഹെഡുകൾ, ന്യൂക്ലിയർ വാർഹെഡുകൾ അവർ തയ്യാറാക്കി കഴിഞ്ഞു എന്നും വനൂന് പറയുന്നു. ഇത്രയും അണ്ടർഗ്രൗണ്ട് നിലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആർക്കും സാറ്റലൈറ്റിന് കൂടി ട്രേസ് ചെയ്യാൻ ഒരു തരത്തിലും പറ്റൂല. പക്ഷേ ഈ വിഷയം, ഈ ഒരു കാര്യം പുറത്തു വന്നത് ഇസ്രയേലിന് വലിയൊരു അടിയായി മാറി. അതിനുശേഷം വെനൂന് ഒളിവ് പോയത് നേരെ ലണ്ടനിലേക്കാണ്. അവിടെ വെച്ച് ഈ സൺഡേ ടൈംസിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. പോരാത്തതിന് ഈ ബ്ലൂ പ്രിന്റ് ഒക്കെ കാണിക്കുന്നു. ഇതൊക്കെ കണ്ട് മൊസാഡ് എന്തായാലും വെറുതെ ഇരിക്കുമല്ലോ. അങ്ങനെ ലണ്ടനിൽ വെച്ച് ചെറിൽ എന്ന് പറയുന്ന ഒരു മൊസാഡ് ഏജന്റ് വനൂനുവിനെ ഹണി ട്രാപ്പ് ചെയ്ത് റോമിലേക്ക് ഒരുമിച്ച് ഒരു ട്രിപ്പിന് പോകാൻ എന്ന് പറഞ്ഞ് റോമിലേക്ക് എത്തിക്കുന്നു. അവർ ബുക്ക് ചെയ്ത റൂമിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്ന 3 മൊസാഡ് ഏജന്റ്സ് വെനൂനുവിന്റെ മേൽ ഡ്രഗ് ഇഞ്ചക്ട് ചെയ്യുന്നു. അങ്ങനെ പാരലൈസ്ഡ് ആയ വെനൂനുവിനെ ഇസ്രയേലിലേക്ക് കടത്തുന്നു. അവിടെ അദ്ദേഹം ജയിലിലാവുന്നു. 1986 തന്നെ ഈ ടെക്നീഷ്യൻ പറയുന്നുണ്ട് 100ൽ പരം ന്യൂക്ലിയർ വാർഹെഡ് അവർ ഓൾറെഡി തയ്യാറാക്കി കഴിഞ്ഞു എന്ന്. സോ കുറെ അനലിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നത് മിനിമം 400ന്റെ അടുത്തെങ്കിലും ന്യൂക്ലിയർ വാർഹെഡ്സ് അവർക്ക് ഉണ്ടാവുമെന്നാണ്. ആൻഡ് ഇസ്രയേൽ ഫോളോസ് ആൻ എമീമെറ്റ് പോളിസി. അതായത് ഈ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടോ എന്ന് അംഗീകരിക്കുകയോ ഇല്ല, തിരസ്കരിക്കുകയോ ഇല്ല. ഇസ്രയേലിന്റെ നാശം ഉറപ്പായാൽ, അവരുടെ എക്സിസ്റ്റൻസിന്റെ മേലൊരു ത്രെറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സാംസൺ പ്രോട്ടോകോൾ ഉപയോഗിക്കാൻ അവർ മടിക്കൂല. ഇൻ കേസ് അങ്ങനെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ഉണ്ടായാൽ പല ഹിഡൻ ലൊക്കേഷൻസുകളിലും ഐലൻഡുകളിലും ഒക്കെ വെച്ച മിസൈൽ ലോഞ്ചേഴ്സ് വഴിയും, പിന്നെ ജെറീക്കോ മിസൈൽസ്, F-15, F-35 എയർക്രാഫ്റ്റ്സ് വെച്ചും, പിന്നെ ഡോൾഫിൻ ക്ലാസ് സബ്മറീൻസ് വെച്ചിട്ടും ശത്രുക്കളുടെ മേൽ അവർ ഈ ന്യൂക്ലിയർ ആർസനൽ വർഷിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ന്യൂക്ലിയർ വിൻഡർ മാത്രം മതി ലോകത്തിലെ 90% ജീവജാലങ്ങളും ഇല്ലാതാവാൻ. ഇതാണ് ദ സാംസങ് ഡോക്ട്രിൻ. ഈ മിസൈലിട്ട് ഇസ്രയേലിനെ മൊത്തം തീർക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പം ഇതൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഈ കറ്റാസ്ട്രോഫി, കോൺഫ്ലിക്ട്സ്, വാറ്, കെയോസ്, ഇതൊക്കെ ഇതിലൊന്നും പെടാത്ത സാധാരണക്കാരുടെ മേലാണ് പ്രഹരം ഏൽപ്പിക്കുക. സോ ലെറ്റ്സ് പ്രേ ഫോർ പീസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.